Hi dears, welcome to HS Design. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുർത്തിയുടെ ഡിസൈൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇത്രയും കളേഴ്സ് സിൽക്ക് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളറിൽ ഗ്രീൻ കളറും അതുപോലെ പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്, പിന്നെ ഒരു ഓഫ് വൈറ്റ് കളറ്. അപ്പോൾ ഇതാ ഞാൻ മെറ്റീരിയലിലേക്ക് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മുടെ കുർത്തിയുടെ നെക്കിൽ വരുന്നത്. അതുപോലെ സ്ലീവിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റെമ്മും ലീഫും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റെം ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇതിനകത്ത് ഒത്തിരി വലിയ സ്റ്റിച്ചസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ഈ നോർമലായിട്ടുള്ള ബേസിക്കായിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെം ചെയ്ത് കൊടുത്തു. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് തന്നെ ആയിട്ടോ അതിന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യുന്നത് ലീഫാണ്. ആ ഒരു കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ അത് ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സിൽക്ക് ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനൊരു 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടാണ് ലീഫിൻ്റെ 2 ലീഫും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റെമ്മിനും 6 സ്ട്രാൻഡ്സ് തന്നെ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് 2 സൈഡിലേക്കും ലീഫ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പം ലീഫ് സ്റ്റിച്ച് നമ്മൾ 2 കളർ ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എന്താ ഒരു ഭാഗം ചെയ്തു. ഇനി അടുത്ത ഭാഗം ചെയ്യുമ്പോൾ നമ്മുടേതായി ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എന്താ 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതാ മുകളിൽ കണ്ടോ ഒരു ലീഫിൻ്റെ ഷേപ്പിലുള്ളൊരു ഡിസൈൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് റിംഗ് നോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഒരു റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുക. അന്ന് തൊട്ട് താഴെയായിട്ട് അടുത്ത റിംഗ് നോട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു റിംഗ് നോട്ടിൻ്റെ മുകളിലേക്ക് അടുത്തത് വരത്തക്ക വിധത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ താഴെ വരെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡിസൈൻ വരച്ചേക്കുന്ന ആ ഒരു ഇത്രയും പോർഷൻസ് നമ്മൾ അങ്ങനെ ചെയ്തു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 ടൈംസ് നീഡിലിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ത്രെഡ് പതിയെ താഴേക്ക് വലിക്കുക. അപ്പം നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചല്ല റിംഗ് നോട്ട് ചെയ്യുമ്പോൾ വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്. കാരണം എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമാണ്, പക്ഷേ നമ്മൾ പതിയെ വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ താഴെ വരെ നമുക്കൊന്ന് ചെയ്ത് ഓരോ നോട്ടിൻ്റെയും താഴെ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ നോട്ടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു അടുക്കോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു റിംഗ് നോട്ട് വരും. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ റിംഗ് നോട്ട് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് കുറേ ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലവേഴ്സ് വരുന്നിടത്തൊക്കെ നമുക്ക് റിംഗ് നോട്ട് എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തമ്പനയിൽ കാണിക്കുന്ന ഒരു പിക്ചർ അനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ റിംഗ് നോട്ട് വരുന്ന ഭാഗത്തായിട്ടൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം വൈറ്റ് കളറിലെ തന്നെ ഫാബ്രിക് ആയതുകൊണ്ട് അത്ര തെളിച്ചിട്ടില്ല, കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഞാൻ റിംഗ് നോട്ട് വരുന്ന ഭാഗമൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കുഞ്ഞു ഫ്ലവർ എടുക്കുക. അതിന് നമ്മൾ ലേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്തൊക്കെ അതും ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ ഒരു കളർ ത്രെഡ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചറിൽ ഇത്രയും കളേഴ്സാണ് കാണിക്കുന്നത്. അതിലൊരു ഗ്രേ കളറിലെ ഫാബ്രിക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഗ്രേ കളർ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റിൽ ഒന്ന് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് കരുതിയത്. അപ്പോൾ വൈറ്റിൽ നമുക്ക് ഏത് കളർ വന്നാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വൈറ്റ് കളറിൽ കുർത്തീസൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും സൽവാറൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഇപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും.
അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഓരോ റിംഗ് നോട്ട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് വരുന്നത് ഫ്രഞ്ച് നോട്ടാണ് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ലോങ് ഫ്രഞ്ച് നോട്ടും. അപ്പോൾ അത്രയും സ്റ്റിച്ചസ് ആണ് നമുക്കിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ച് വരുന്ന ഭാഗമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഒരു 2 ടൈംസ് നീഡിലിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി, നമുക്ക് നോട്ട് കിട്ടും. അപ്പം ഈ ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്കധികം തെളിഞ്ഞ് കാണാൻ പറ്റണില്ല. അപ്പോൾ നിങ്ങൾക്ക് കളർ ഷെയ്ഡ് മാറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഏത് കളർ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പിക്കിൽ കണ്ട കളേഴ്സൊക്കെയാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് നോട്ട് വരുന്ന ഭാഗമൊക്കെ ഫ്രഞ്ച് നോട്ടും ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. അപ്പം ഞാൻ എന്താ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം നീഡിൽ ചുറ്റിയിട്ട് കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ടാണ് നോട്ട് ചുറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ലോങ് ഫ്രഞ്ച് നോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇത് തെളിഞ്ഞ് കാണുന്നില്ല, വൈറ്റ് കളർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ലോങ് ഫ്രഞ്ച് നോട്ട് വരുന്ന ഭാഗമൊക്കെ അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അറിയാൻ വയ്യാത്ത ബിഗിനേഴ്സിനൊക്കെ ചിലപ്പോൾ ലോങ് ഫ്രഞ്ച് നോട്ട് എന്താണെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ലോങ് ഫ്രഞ്ച് നോട്ടീസൊക്കെ വരുന്ന പിന്നെ ഡിസൈൻസൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ സെൻട്രലായിട്ടൊരു ഗോൾഡൻ ബീഡ്സും കൂടെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് റിംഗ് നോട്ട് ഫ്ലവർ വെച്ചിട്ട് ഒരു ഗ്യാപ്പ് കാണാത്ത വിധത്തിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫൈനലായിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മുടെ ചെസ്റ്റ് പോർഷനിലും അതുപോലെ സ്ലീവിലും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.